ഏറ്റവും തന്നെ 61 ഫോട്ടോ ഉണ്ട്. 1200 വന്നിട്ടേ പോകാൻ പറ്റുള്ളൂ. ഒരു ടീച്ചറാണ് പറഞ്ഞത് കൊണ്ടുവന്ന് കുത്തിയിട്ട്. ഇവിടെ എല്ലാം നല്ല വൃത്തിയാണ്, ക്ലീൻ ആണ്. അതുകൊണ്ട് എവിടെ വേണമെങ്കിലും നമുക്ക് തറ കിടക്കുക, ഇരിക്കുക, നിരങ്ങി വരണം ചെയ്യാം. എന്തൊരു തിരക്കളിയാ അവിടെയൊക്കെ. എൻ്റെ കുഞ്ഞു മുതുക്ക് തിരക്ക്. ഇറ്റ്സ് മീ ഷംനാ ഷാജി. ഓക്കെ. ഹേ മച്ചാമരെ, ഗുഡ് മോർണിംഗ് ഡൽഹി. നമ്മളങ്ങനെ തിരിച്ച് ഡൽഹിയിലെത്തി. ഇപ്പം നമ്മൾ ജുമാ മസ്ജിദിൻ്റെ ഫ്രണ്ടിലാണ് ഇരിക്കുന്നത്. അതിനകത്ത് കയറാൻ നമ്മൾ പരിശ്രമിച്ചു, കയറാൻ പറ്റുന്നില്ല. പല സ്ഥലത്ത് ചെല്ലുമ്പോഴത്തേക്കും പല റേറ്റാണ് പറയുന്നത്. 11 മണിക്ക് ശേഷമാണ് ഓപ്പണിങ്. അല്ലെങ്കിൽ ഇപ്പോൾ കയറണമെങ്കിൽ 300 രൂപ ആൾക്ക് കൊടുക്കണമെന്ന്, അപ്പുറത്ത് നിന്നപ്പോൾ 600 രൂപ കൊടുക്കണമെന്നൊക്കെ പറയുന്നത്. ജസ്റ്റ് നമ്മൾ വെളിയിൽ നിന്ന് ഇങ്ങനെ ജസ്റ്റ് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സമയം ഏതാണ്ട് 7 മണി 8 മണി എങ്ങാണ്ട് ആയിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ ഇവിടെ എത്തിയത് 7 മണിക്കായിരുന്നു. ഇപ്പം എന്തായാലും 8-8:30 ആയി കാണണം. 9:30 ആയി. സമയം ഇപ്പം ഭയങ്കരമായിട്ട് പൊയ്ക്കൊണ്ടിരിക്കണം കേട്ടോ. ടിക്കറ്റ് എടുക്കണത് 1000 രൂപ എടുത്ത് ടിക്കറ്റ് എടുത്ത് കൊടുക്കുന്നത് പ്രശ്നമില്ല. പക്ഷെ ഇതിന്റെ പരിസരം കൂടെ നോക്കണം. ഇതായിട്ട് സൂക്ഷിക്കുകയാണെങ്കിൽ പൊന്നളിയാ. നമ്മളെ കേരള എന്ത് ബെറ്റർ. ഇവിടെ ഉള്ള എല്ലാരും വന്ന് ഇങ്ങനെ കൈതിട്ട് നിൽക്കുന്നത്. വേറെ എവിടെയെങ്കിലും സ്ഥലത്തൊന്നും ഇത്രയും ടിക്കറ്റ് ഇല്ല. ടിക്കറ്റ് മാത്രമല്ല, അത് കൊടുക്കുന്നതിന് അത് വൃത്തിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നെങ്കിലും കുഴപ്പമില്ല. ഇത് ഗേറ്റിന്റെ തൊട്ടടുത്ത് വരെ അത്രയ്ക്ക് സീൻ. അവസ്ഥ ഇതാണ് കേട്ടോ നമ്മുടെ ജുമാ മസ്ജിദ്. നമ്മളവിടെ നിന്ന് തിരിച്ച് വീണ്ടും നടന്ന് റെഡ് ഫോർട്ടിലേക്ക് പോകണം കേട്ടോ. ഇവിടെ നിന്ന് ഇനി വലത്തോട്ടാണ് പോകാനുള്ളത്. എൻ്റെ പൊന്നൊളിയോ, ഇവിടെയൊക്കെ എന്താ അവസ്ഥയെന്ന് വെച്ചാൽ അവസ്ഥയാണ് അവസ്ഥ. ഒരു വൃത്തിയില്ല, ഒരു ചേലുമില്ല. എന്തൊരു തിരക്കളിയാ അവിടെയൊക്കെ. എൻ്റെ പൊന്നു മുതുക്ക് തിരക്ക്. इट्स मी शमना शाजी. चैनल कौन सा है? इट्स मी शमना शाजी. ठीक है भाई. ओके. പൊന്നളിയ പുള്ളിക്കാരൻ വന്ന് ചാനലാണെന്ന് വെച്ച് കയ്യിൽ നിന്നിട്ട് പോയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ നടന്ന് റെഡ് ഫോർട്ട് എത്തി കേട്ടോ. ഇവിടെ എല്ലാം നല്ല വൃത്തിയാണ്, ക്ലീൻ ആണ്. അതുകൊണ്ട് എവിടെ വേണമെങ്കിലും നമുക്ക് തറ കിടക്കുക, ഇരിക്കുക, നിരങ്ങി വരണം ചെയ്യാം. എൻ്റെ പൊന്നോ, പിന്നെ ഒരു ചെറിയൊരു പുകപ്പട്ടലം പോലും ഉണ്ട്. അതുകൊണ്ട് നല്ല ക്ലിയർ ഇല്ല അല്ലേ, നല്ല ക്ലിയർ കിട്ടുന്നില്ല. ഞങ്ങളവിടെ നിന്ന് ഒരു ചെറിയൊരു സ്ട്രീറ്റിലേക്ക് കയറി കേട്ടാ. എന്തെങ്കിലുമൊക്കെ വാങ്ങണമല്ലോ. ഒരു കാർ കിട്ടി, കൊള്ളാന്ന് തോന്നുന്നു. എവിടെ നിൽക്കുമ്പോഴത്തേക്കും പൊങ്ങി. സൂപ്പർ. ഇതെന്തായാലും ഒരെണ്ണം വാങ്ങാം. കൊരങ്ങനൊക്കെ ഇരുന്ന് ഡാൻസ് കളിക്കാം കേട്ടാ. ഇവിടെ എല്ലാം വില പേശിക്ക് വരണം, എന്നാലേ കിട്ടുള്ളൂ. ബാറ്ററി ഉണ്ട്. ഇവിടെ എത്ര വേണ്ട റേറ്റ് കുറച്ച് തുടങ്ങി. അതിൻ്റെ അടിയിലിരിക്കുന്ന സാധനങ്ങളൊക്കെയാണ്. ഒരു ലോഡ് ഷൂവിൻ്റെ ഹെളി 400 ഏത് തരത്തിലും 400. എന്തൊക്കെയൊക്കെ വാങ്ങണമെന്നുണ്ട്, പക്ഷെ വെക്കാൻ സ്ഥലമില്ല, കൊണ്ടുപോകാനുള്ള വെയിറ്റ്. എൻ്റെ പൊന്നോ. അങ്ങനെ നമ്മൾ അടുത്ത മെട്രോ എടുത്ത് ഇവിടെ പോകുന്നത് ഇന്ത്യ ഗേറ്റ്. സമയം 11:45
അങ്ങനെ നമ്മൾ ഒരു ഓട്ടോയിൽ കയറി ഇന്ത്യ ഗേറ്റ് കാണാൻ വേണ്ടി വന്നൊക്കെയാണ്. ഇനിയിപ്പം എവിടെയാണെന്ന് കണ്ടുപിടിക്കണം ആ ഗേറ്റ്. ഫോട്ടോ തരൂടാ, ഫോണിൽ അയച്ചു തരുമെന്ന്. ഒരു പുള്ളിക്കാരൻ ഫോട്ടോ എടുത്ത് തരാമെന്ന് പറഞ്ഞ് ആദ്യം 30 രൂപ എടുത്താൽ പറഞ്ഞ് ഇപ്പം 20 രൂപ എടുത്ത് കഴിഞ്ഞാൽ എടുത്ത് തരാമെന്ന് പറഞ്ഞൊക്കെയാണ്. മാലിക്ക് പുള്ളിക്കാരനെ കൊണ്ട് പോവുകയാണ്. ഗേറ്റിൻ്റെ ഫ്രണ്ടിൽ നിൽക്കുന്ന ഒരു ഫോട്ടോ എടുത്ത് തരണമെന്ന് പറഞ്ഞു. പുള്ളിക്കാരൻ എങ്ങനെയെങ്കിലുമൊക്കെ ഇതാക്കണ്ടേടാ. ഇത് നമ്മുടെ സ്വന്തം മാലിക്കാണ്. പല പോസുകളിലാണ് ഫോട്ടോ എടുക്കുന്നത്. ബൈ അവിടെ കിടന്ന് മറിഞ്ഞും തിരിഞ്ഞും എടുക്കുന്നു. ഓ അയ്യോ, ആറ്റിറ്റ്യൂഡ് അയ്യോ. നമ്മുടെ ക്ലാസ് കീഴില അതാണ് കേട്ടാ നമ്മുടെ ഇന്ത്യ ഗേറ്റ്. അടുത്തത് ഓ മൈ ഗോഡ്, ഓടറാ ഗംഭീര ഫോട്ടോഷൂട്ടാണ്. കണ്ണാടിയിൽ പിടിക്കുന്നത്, പിടിക്കാത്തത്. ആ ആടി ഇപ്പളെ കണ്ണിഞ്ഞ് വെളി വന്നിട്ടോ. മാലിക്കിന്റെ പുതിയ ഫോട്ടോസാണ് ഈ കാണുന്നത്, പുതിയ പോസുകൾ. ഓ മൈ ഗോഡ്. ഇനിയിപ്പം പേശുകയാണ് ഗായ്സ്. അപ്പൊ എന്തായാലും ഫോട്ടോ എടുക്കട്ടെ. എന്റെ പൊന്നെ ഒരു ഫോട്ടോ ഏറ്റവും തന്നെ 61 ഫോട്ടോ ഉണ്ട്. 1200 വന്നിട്ടേ പോകാൻ പറ്റുള്ളൂ. പുള്ളിക്കടുത്ത് പറഞ്ഞ 500 രൂപ വരാം. പറ്റൂലെന്ന്. എന്നാ 500 രൂപ വരാം. 500 എടുത്ത ഫോട്ടോ എല്ലാം ഡിലീറ്റ് ചെയ്യണമെന്ന് ഒരു ടീച്ചറാണ് പറഞ്ഞത്. കൊണ്ടുവന്ന് കുത്തിയിട്ട് ഡൊണേഷൻ അതാ 150 രൂപ. 50 രൂപയ്ക്കുള്ളതേ ഉള്ളു നിനക്ക്. ഞാൻ പൈസ എടുത്ത് കൊടുത്തപ്പോ 20 ചില്ലറ കണ്ടിരുന്ന് എടുത്ത് കൊടുത്ത പറഞ്ഞു. അതന്നെ, എവിടെ തൊട്ടാലും പണിയാണ്. നമുക്ക് ഇനി ഇവിടുന്ന് അങ്ങോട്ടും ചലിച്ചാലോ. സൂസ് അഴിക്കണം. സൂസൊക്കെ അവൻ്റെ ഇല്ല. അത് ഇഞ്ഞെട് മിഷൻ കംപ്ലൈന്റ് ആണെങ്കിൽ തീർന്നു കേട്ടാ. 5 റിയാൽ തന്നെ. 5 റിയാൽ തന്നെ. അങ്ങനെ ഇന്ത്യ ഗേറ്റ് വന്ന് നോക്കിയേക്ക്. 66 കിലോ ഇറങ്ങിയോ? കഴിഞ്ഞ് 4 കിലോ ഇവിടെ പോയപ്പോ കുറഞ്ഞ കഴിഞ്ഞ 5 രൂപ. ഞാൻ കയറട്ടില്ല. ഞാനായിരുന്നു 100 കിലോ ഉണ്ടായിരുന്നത്. ഞാൻ 100 കിലോ ഉണ്ടായിരുന്നു. അത് ഇപ്പൊ എത്ര ഉണ്ടെന്ന് അറിയണം. മതി. അത് 1/2 കിലോ പോലും കാണൂല. 1/2 കിലോ ഉണ്ടത്. അയ്യോ, എനിക്ക് വെയിറ്റ് കൂടിയോ? 64 65 ഉള്ളു. അപ്പൊ നീ ഞാൻ ഒരു 66 ഒന്നും ഇല്ല. അതിനപ്പുറത്ത് 3. അയ്യേ, ഞാൻ എത്ര ആണ്? ഞാൻ 99 ഉണ്ടായിരുന്നു. എത്ര ആണ്? കംപ്ലൈന്റ് ആണ് അല്ലേ? ഇപ്പൊ അറിയാം. എത്ര 5 പറഞ്ഞേ? 95. ഓ 5 പറഞ്ഞു. അങ്ങനെ എൻ്റെ 5 കിലോ കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇനി ഫുഡ് കഴിച്ചിട്ടില്ല ഇതുവരെയായിട്ടും. ഫുഡ് കഴിക്കണം. ഇന്നിനി ചിലപ്പം ഇവിടെ ആയിരിക്കും സ്റ്റേ. ഇവിടെ എവിടെയെങ്കിലും സ്റ്റേ എടുക്കണം. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഒരു ഓട്ടോക്കാരൻ ഞങ്ങളെയും കൊണ്ട് ഇങ്ങനെ പോവുകയാണ്. ഇവിടെ ഏതൊക്കെ 2-3 സ്ഥലങ്ങൾ. വീട് ഇന്ദിരാഗാന്ധി വെടിയുണ്ട സ്ഥലം കാണിച്ചിരുന്ന പുള്ളിക്കാരൻ പറഞ്ഞിട്ടുണ്ട്. പുള്ളിക്കാരൻ പറയണതേ അറിയാവുള്ളൂ. അവിടെ തന്നെ വെടിയുണ്ടത്. അതാണ് അവസ്ഥ. ഓ ഏതൊരു മിനിറ്റ്സ് രാജസ്ഥാൻ സിംഗ് അവരുടെ ഇടത്താറായുള്ളൂ. ഇതിനകത്താണ് ഇന്ദിരാഗാന്ധിയെ വെടിവെച്ച് വീഴ്ത്തിയത്. ഓ ഈ നേരെ കാണുന്ന മോദി ജയിച്ച വീട്. ഹേ കാണുന്നില്ല.
കണ്ടില്ലല്ലേ? പുള്ളിയെ കണ്ടിരുന്നെങ്കിൽ ഒരു സലാം പറയായിരുന്നു. അങ്ങ് ദൂരെ കാണുന്നുണ്ടോ? അതാണ് നമ്മുടെ പ്രൈം മിനിസ്റ്ററിന്റെ ഡൽഹി കുരങ്ങൻ. അപ്പം ഇതാണ് പ്രൈം മിനിസ്റ്റർ ഓഫീസ്. നമ്മളങ്ങനെ ഓട്ടോയിൽ നിന്നും ഇവിടെ എത്തി. അകത്തേക്കൊന്നും പോകില്ല, വെളിയിൽ നിന്ന് കാണാം, അത്രേ ഉള്ളൂ. ഇവിടുന്ന് കുറച്ചും കൂടെ മുന്നിലോട്ട് വന്നപ്പം ഇത് ഈ കാണുന്നത് രാഷ്ട്രപതി ഭവൻ. ഈ ഫ്രണ്ടിൽ ഈ കാണുന്നത് ഓൾഡ് പാർലമെൻറ്റിൽ, ഇത് ന്യൂ പാർലമെൻറ്റിൽ. ഇത് ന്യൂ പാർലമെൻറ്റ്, ഇത് ഓൾഡ്, ഇത് രാഷ്ട്രപതി ഭവൻ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ടിക്കറ്റ് എടുക്കാൻ വന്നതാണ്. നമ്മൾ ഇന്ത്യൻ ആണെങ്കിൽ 115 രൂപ എടുക്കുള്ളൂ ഇതിക്ക് 3 സ്ഥലം കാണാൻ, അല്ലെങ്കിൽ 950. ബാബറിൻ്റെ മൂത്ത മകനായി നസറുദ്ദീൻ മുഹമ്മദ് ഹുമയൂൺ 1508 മാർച്ച് 6 കാബൂളിലാണ് ജനിക്കുന്നത്. മഹിം സുൽത്താന എന്ന ബാബറിൻ്റെ ഭാര്യയിലെ ഏക മകനായിരുന്നു ഹുമയൂൺ. സഹോദരങ്ങളായിരുന്ന കമ്രാൻ, അസ്കാരിയൊക്കെ മറ്റൊരു ഭാര്യയായിരുന്ന ഗുൽറുഖ് ബീഗത്തിൻ്റെ മക്കളും ഹിൻഡൽ എന്നത് ദിൽദാർ ബീഗത്തിൻ്റെ മകനുമായിരുന്നു. ബാബർ എല്ലാ വിധത്തിലുമുള്ള പരിശീലനങ്ങളും നൽകിക്കൊണ്ടാണ് ഹുമയൂണിനെ വളർത്തിയത്. കൃത്യമായ വിദ്യാഭ്യാസവും ആയുധ പരിശീലനവും ലഭിച്ച ഹുമയൂൺ ബാബറിൻ്റെ ഭരണകാലത്ത് തന്നെ പല മേഖലകളുടെയും ഭരണ ചുമതല നോക്കുകയും ചെയ്തു. പാനിപ്പത്ത് യുദ്ധത്തിലും ഖാൻവ യുദ്ധത്തിലുമൊക്കെ അച്ഛനൊപ്പം പങ്കെടുക്കുകയുമുണ്ടായി. എങ്കിലും സാമ്രാജ്യം സൃഷ്ടിച്ചതിനപ്പുറം ബാബറിനെ പോലൊരു അതിശക്തനായ നായകൻ്റെ മരണം ഹുമയൂണിനെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിസന്ധികളാണ് സമ്മാനിച്ചത്. ബാബറുടെ മരണത്തെ തുടർന്ന് ഹുമയൂൺ അധികാരം ഏറ്റെടുക്കുന്നത് വെറും 23-ാമത്തെ വയസ്സിലായിരുന്നു. ബാബറിനെ കണ്ടു വളർന്ന ഉദ്യോഗസ്ഥർക്ക് ഹുമയൂണിൻ്റെ കഴിവുകളിൽ വലിയ സംശയങ്ങളുമുണ്ടായിരുന്നു. അധികാരം തേടിയുള്ള ഗൂഢസംഘങ്ങളും മുഗൾ രാജധാനിയിൽ നിലനിന്നിരുന്നു. ഹുമയൂണിൻ്റെ കഴിവിൽ സംശയമുണ്ടായിരുന്ന വസീറായിരുന്ന നിസാമുദ്ദീൻ ഒരു സമയം ബാബറിൻ്റെ ഭാര്യാ സഹോദരനായ മഹ്ദി ഖൗജയെ പിന്തുണയ്ക്കുന്ന അവസ്ഥ പോലുമുണ്ടായി. എങ്കിലും അദ്ദേഹം പിന്നീട് ഹുമയൂണിന് തന്നെ പിന്തുണ നൽകി. അങ്ങനെ 1530 ഡിസംബർ 30 ഔദ്യോഗികമായി ഹുമയൂൺ രാജ്യഭാരം ഏറ്റെടുക്കുന്നത് എന്ന് പറയാം. ഞങ്ങളങ്ങനെ ഹുമയൂൺ ടോമിൻ്റെ അകത്താണ് കേട്ടോ. ഇപ്പം ഇതൊരു മ്യൂസിയമാണ്. മ്യൂസിയത്തിനകത്താണ് കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇതിനെക്കുറിച്ച് സ്പെഷ്യലായിട്ടൊന്നും ഞാൻ പറയുന്നില്ല, എല്ലാം ജസ്റ്റ് ചെറിയ വീഡിയോകൾ എടുത്തിട്ടുണ്ട്. ഇതിനകത്ത് കണ്ടതിൽ ഇഷ്ടപ്പെട്ടതൊക്കെ. പിന്നെ നമ്മളെന്തായാലും ഇനി റിയൽ ആയിട്ടുള്ള ആ ഒരു സ്ഥലം കാണാൻ പോവുകയാണ്. അപ്പോൾ എന്തായാലും ഇവിടുത്തെ കുറച്ച് വിഷ്വൽസും കൂടെ ഇനി എടുക്കുന്നുണ്ടാവും. അത് കഴിഞ്ഞിട്ട് നമ്മൾ അതും കൂടെ കണ്ട് ഇവിടെ നിന്ന് മടങ്ങും. ഈ കാണുന്ന ഒരു മാർബിളിൻ്റെ ചെയറാണ് കേട്ടോ. ഈ യൂണിഫോം ഇട്ടിരുന്നത് നമ്മളെ കട്ടപ്പ. ഇതൊക്കെ പഴയ വാളും പരിചയം ഒക്കെ ആയിട്ടുള്ള സംഭവമാണ്. അതന്നെ 17th century National Museum. Arm guard. കുറച്ചധികം വാളും കത്തിയും ഒരു തൊപ്പി തലപ്പാവ്. ഹുമയൂൺ ടോമിൻ്റെ അകത്തുള്ള വിഷ്വൽസാണ് മക്കളെ. കിടിലം, അടിപൊളിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ആ പഴയ അത് തന്നെ. ഇതിൻ്റെ ഫ്രണ്ടും സൈഡും 4 ഭാഗത്ത് നോക്കിയാലും ഒരേപോലെയാണ് കേട്ടോ കാണുന്നത്.
അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് കണ്ടിറങ്ങിയാണ്. നമ്മുടെ സാധനങ്ങളെല്ലാം ആ ഓട്ടോക്കകത്തിരിക്കുകയാണ്. ഓട്ടോക്കാരൻ അരമണിക്കൂറാണ് തന്നത്, നമ്മളിപ്പോൾ 1 മണിക്കൂറായി. പുള്ളിക്കാരനെ വിളിച്ചപ്പോൾ പുറത്തുണ്ടെന്ന് പറയുന്നത്. ഇനിയിപ്പോൾ വെയിറ്റിംഗ് ചാർജൊക്കെ കൊടുക്കണമെന്നൊക്കെ പറയാം, അപ്പോൾ അറിയില്ല. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ നേരെ ഓട്ടോ കയറിയിട്ട് മെട്രോ പിടിക്കണം. അതാണ് ഞാൻ അടുത്ത പരിപാടി. അങ്ങനെ ഞങ്ങൾ ഓട്ടോക്കാരൻ്റെ അടുത്തെത്തി. അവിടുന്ന് ഓട്ടോക്കാരൻ ഞങ്ങളെ മെട്രോയിൽ കൊണ്ടാക്കിയിട്ടാ. അപ്പോഴത്തേക്കും പുള്ളിക്കാരൻ പറഞ്ഞിരുന്നത് 775 രൂപ അയാൾക്ക് കൊടുക്കണമെന്നായിരുന്നു. 75 രൂപ പാർക്കിംഗ് ഫീസും പിന്നെ കുറച്ച് കഴിഞ്ഞ് നമ്മൾ കൊണ്ടാക്കിയപ്പോൾ പറയാണ് നമ്മൾ 2 മണിക്കൂർ വെയിറ്റ് ചെയ്ത്, അതുകൊണ്ട് അയാൾക്ക് 300 രൂപ വെയിറ്റിംഗ് ചാർജ് കൊടുക്കണമെന്ന്. നമ്മൾ ഒരു കാരണവശാലും തരാൻ പറ്റത്തില്ല, നിങ്ങളിപ്പോൾ പറഞ്ഞേക്കുന്ന റേറ്റ് തന്നെ അത് കൂടുതലാണ്. 12 കിലോമീറ്റർ ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങളതിന് ഈ 700 രൂപ പറഞ്ഞ് ആ പുള്ളിക്കാരൻ വാങ്ങിയത്. അപ്പോൾ പക്ഷേ 12 കിലോമീറ്ററും ഇല്ല, 5 കിലോമീറ്ററിനകത്തങ്ങോട്ടേ ഉള്ളായിരുന്നു ഈ പറഞ്ഞ സ്ഥലങ്ങളെല്ലാം. ഈ ആദ്യം പറഞ്ഞിരുന്ന 3-4 സ്ഥലങ്ങളെല്ലാം ഒരൊറ്റ ഫ്രെയിമിലായിരുന്നു. എന്ന് വെച്ചാൽ ഇവിടുന്ന് 2-3 ഇങ്ങനെ ചൂണ്ടിക്കാണിക്കുന്ന രീതിയിലായിരുന്നു ആ പുള്ളി പറഞ്ഞിരുന്ന സ്ഥലങ്ങളൊക്കെ. പിന്നെ ഞങ്ങൾ ആ പൈസ കൊടുത്ത് വേറൊരു ഓട്ടോക്കാരുണ്ടായിരുന്നു. ആ കൂട്ടുകാരൻ്റെ കാര്യം പറഞ്ഞപ്പോൾ കൂട്ടുകാരെ വിട്ടുകളാന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞു. ഞങ്ങളപ്പോഴും തന്നെ സ്ഥലം വിട്ട് അടുത്ത മെട്രോ കയറി. നമുക്ക് നാളെ താജ്മഹൽ കാണാൻ പോകാൻ വേണ്ടി ബസ് ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ സ്റ്റേഷൻ്റെ അടുത്ത് വേണം നമ്മളിനി റൂം എടുക്കാൻ. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് നേരെ 22 കിലോമീറ്റർ കൂടെ ഉണ്ട് ഈ സ്ഥലത്തേക്ക്. ഈ സ്ഥലം നോയിഡ അല്ലടാ, നോയിഡ 37 അങ്ങനെയാണ് നമ്മുടെ ബസ് രാവിലെ വരുന്നത്. 9 മണിക്ക് നമുക്ക് എന്തായാലും ഇവിടെ നിന്ന് ഇറങ്ങണം. അത് അടുത്തുള്ളൊരു റൂം കിട്ടണമെന്ന് പറഞ്ഞ് ഇവിടെ വന്ന് ഒരുപാട് അലഞ്ഞ് ഏറ്റവും അവസാനം റൂം കിട്ടി. 1100 രൂപ വെച്ച് 4 പേർക്കും കൂടെ റൂം കിട്ടി. അത് ചീപ്പ് റേറ്റാണ്, കുഴപ്പമില്ല. നമ്മൾ രാവിലെ ഫ്രഷപ്പായി ഇന്നിവിടെ കിടന്ന് ഉറങ്ങി ഫോണൊക്കെ റീചാർജ് ചെയ്ത് എല്ലാം സെറ്റാക്കി പോവാം. അപ്പോൾ എന്തായാലും ഇതൊക്കെ തന്നെയാണ് ഇന്നത്തെ ദിവസത്തെ വിശേഷങ്ങൾ. അപ്പോൾ നാളെ നമ്മൾ താജ്മഹൽ കാണാൻ പോകുന്നു. അപ്പം എന്തായാലും അങ്ങനെ ഒരു നല്ലൊരു ദിവസം ഇവിടെ അവസാനിക്കുന്നു. നാളെയും നല്ലൊരു ദിവസം പ്രതീക്ഷിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുന്നു. ഇറ്റ്സ് മീ ഷംന ഷാജി സൈനിങ് ഔട്ട്.